ആലപ്പുഴയ്ക്ക് ട്രിപ്പ് പോയപ്പോൾ അടുത്തൊരു വാട്ടർ ഈറ്റിനെ കണ്ടാലോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെയായിരുന്നു. തട്ടുദോശയും ബോയിൽഡ് എഗ്ഗും ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ആയിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു രാവിലെ തന്നെ. അതിനുശേഷം നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാനായിട്ട് പോയത് ആറ്റുമുഖം കള്ളുഷാപ്പിലായിരുന്നു. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു കള്ളുഷാപ്പാണ്. നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അങ്ങനെ പോയതാണ്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ വലിയൊരു ടേബിളിൽ ഒരുപാട് ഐറ്റംസ് അവരിങ്ങനെ വെച്ചേക്കുന്നത് കണ്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിലിപ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഒരെണ്ണം കാണുമ്പോഴേക്കും ഇതൊരു പ്ലേറ്റ് പറയാമെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതും കൂടെ പറയാം. അങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ലാത്ത രീതിയായി. ഇപ്പോൾ ചോറുണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, ഇതുപോലെ കൂട്ടുപുഴുക്ക് ഉണ്ടായിരുന്നു, പിന്നെ സീ ഫുഡ് ഐറ്റംസ് ഒരുവിധം എല്ലാം ഉണ്ടായിരുന്നു. ഞണ്ട്, ചെമ്മീൻ, സ്ക്വിഡ്, കക്ക, പിന്നെ അതുപോലെ ചിക്കൻ, പോർക്ക്, ബീഫ്, കാട, എന്തൊക്കെ പേരുകൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. അത്ര ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കപ്പയും കൂട്ടുപുഴുക്കും അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റും കേരക്കറിയും പോർക്ക് ഫ്രൈയും പിന്നെ അതുപോലെ ഞണ്ട് റോസ്റ്റൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഞണ്ടൊക്കെ. അങ്ങനെ ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം അതിലേക്ക് നടന്ന് നമ്മളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ കുറേ വഴിയോര കച്ചവടക്കാരെ കണ്ടു. അങ്ങനെ ഒരു ചേച്ചീൻ്റെ കടയിൽ കയറി നമ്മളൊരു നല്ലൊരു മോരും വെള്ളമൊക്കെ കുടിച്ച് വൈകുന്നേരം ഒരു ചായയും പിന്നെ ഒരു ചെറിയൊരു വൈനൊക്കെ കഴിച്ച് നമ്മളൊരു പഴവും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രാത്രിയത്തെ ഫുഡ് നമ്മൾ കഴിച്ചത് ഒരു തട്ടുകടയിൽ നിന്നായിരുന്നു. ദോശയും സാമ്പാറും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു കഴിച്ചത്.